ഓക്കെ തുടങ്ങാം. കുറെ അതിലടാ കിഴി എപ്പിസോഡ് ഇങ്ങോട്ട് തുടങ്ങിയിട്ടില്ല. ഇത് ഒരു ദിവസം ഗ്യാപ്പ് വരുമ്പോഴേക്കും നമുക്ക് 10 ദിവസത്തെ ഗ്യാപ്പ് ഒക്കെ ഫീൽ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതെ, നിനക്ക് മാത്രല്ല എല്ലാവർക്കും ഇഷ്ടമാണ് കിഴി എപ്പിസോഡ്. അതാണല്ലോ രസം. എന്തായാലും അളിയാ ഇതില് സലാറുണ്ട് കേട്ടോ. സലാറ് ഇന്ന് സലാർ എടുക്കുന്നവന്റെ അവസ്ഥ അവനായിരിക്കും ഏറ്റവും മോശം കിഴി. അതായത് ഇത്രയും കാലം കിഴിയിൽ സലാറൊക്കെ വരുമ്പോ ആള് ജയിച്ചു എന്നുള്ളതാണ്. അയാളാണ്. പിന്നെ അതിന്റെ മുകളിലേക്ക് വേറൊരു സിനിമ ഇല്ല. അതെ, മറ്റുള്ളതൊന്നും നമ്മൾ അതിൽ കണക്ക് കൂട്ടൂലായിരുന്നു. ഇതാണ് ഏറ്റവും വലുത്. പക്ഷെ ഇന്നലെ മുതല് ഏറ്റവും മോശം താഴേക്ക് പോയി. അതായത് അത് കിട്ടിക്കഴിഞ്ഞാൽ ആള് പരാജയപ്പെടുന്ന അവസ്ഥയ്ക്ക് എത്തി. മാറ്റലേ ഒരു വെള്ളിയാഴ്ച കാര്യങ്ങൾ മൊത്തം മാറ്റി മറിച്ചു. പണ്ട് മുകേഷ് പറഞ്ഞ പോലെ ഒരു വെള്ളിയാഴ്ച മതി മാറ്റാന്ന് പറഞ്ഞ പോലെ. എന്താണെങ്കിലും ഇന്ന് ശനിയാഴ്ച അല്ലേ, ഇന്ന് ആരുടെ ഇന്നത്തെ വിധി കണ്ടറിയാം. നോക്കാം. തുടക്കം അത് പറഞ്ഞു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റെ ഡയമണ്ട് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡയമണ്ട് കീഴ കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ട് എല്ലാം കിഴിക്കാത്തുണ്ട്. കീഴിലേക്ക് പോവാം. തുറക്കുന്നതിന് മുമ്പ് എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിക്കട്ടെ. അതായത് എന്താണെന്നറിയോ, ടോസ് പോയിക്കോട്ടെ, കിഴി എപ്പിസോഡ് പൊക്കോട്ടെ, സലാറ് കിട്ടല്ലേ. ടൈല് സന്തോഷം. ഞാൻ എന്നാടാ നിനക്കൊരു സംശയം? സംശയമൊന്നുമില്ല, എവിടെ എത്തി നിൽക്കുന്ന അറിയാനേ. ഫസ്റ്റ് കിഴി 7 കടൽ 7 മല. വസതിയിൽ കഷ്ടപ്പെട്ടു. നിവിൻ പോളി നായകനാവുന്ന തമിഴ് സിനിമയാണ്. സിനിമയുടെ മ്യൂസിക് റൈറ്റ്സ് തിങ്ക് മ്യൂസിക് സ്വന്തമാക്കിയുണ്ട്. ഫസ്റ്റ് സിംഗിൾ ഉടൻ തന്നെ വരും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഒരു പോസ്റ്റർ പങ്കുവച്ചിട്ടുണ്ട്. അഞ്ജലി, നിവിൻ പോളി. പ്രതീക്ഷയുള്ള സിനിമയാണ്. കാരണം പേരൻപിന്റെ സംവിധായകൻ റാം ഒരുക്കുന്ന സിനിമ. അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈപ്പും. യെസ്, റാം. പിന്നെ സിനിമ ആൾറെഡി റോട്ടർഡാം ഫിലിം ഫെസ്റ്റിവലിലേക്കൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 2018 നിരാശ. ഇന്ന് നീ നിരാശപ്പെടും. നിരാശ എടാ, അതായത് നമുക്ക് ചെറിയൊരു നിരാശപ്പെടുത്തുന്ന ന്യൂസാണ്. സത്യം. അതായത് 2018 സിനിമ ഓസ്കാറിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് വന്നു. 15 സിനിമകളുടെ ലിസ്റ്റ് വന്നു അടുത്ത റൗണ്ടിലേക്കുള്ള. അതിൽ നമ്മുടെ 2018 തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല, പുറത്താക്കി എന്നുള്ളതാണ് കേട്ടത്. ആരാണ് ഏത് വേണ്ട അതുവരെ എത്തിയില്ലേ? പിന്നെ അതുമല്ല, എത്തുന്നതിന് മാത്രമല്ല നമുക്ക് ആ സിനിമ നമ്മുടെ മനസ്സിൽ എന്താണെന്നുള്ളത് അറിയാലോ. അതിനെക്കാട്ടിലും വലുതൊന്നുമല്ല. കിട്ടിയാ നമ്മൾ അത്ര സന്തോഷിക്കും. ഇല്ലെങ്കിൽ ഓസ്കാറിന്റെ വലുപ്പം നമുക്കുണ്ട്. പിന്നെ തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ. ഓക്കെ. DD3 ധനുഷിന്റെ ഡയറക്ഷനിലുള്ള 3ാമത്തെ സിനിമ. സിനിമയുടെ അനൗൺസ്മെന്റ് വീഡിയോ 24-ാം തീയതി, അതായത് നാളെ ഉണ്ടാവുമെന്നാണ് കേൾക്കുന്നത്. ശരത് കുമാർ, മാത്യു തോമസ്, അതിന്റെ പേര് അനിക, ചിരിച്ചെന്നറിയോ, ആ സമയത്ത് അവൻ്റെ അടുത്ത് വന്ന ആ ഒരു വാചകമാണ്. അതിന്റെ പേരും മറന്നുപോയല്ലോ. പ്രിയ പി വാര്യർ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ആളുടെ ധനുഷിന്റെ കസിനാണ് നായകനായിട്ട് വരുന്നത്. എന്താ വരുണോ പേരുണ്ടായിരുന്നു, വരുൺ. ഓക്കെ. അപ്പൊ നാളെ അനൗൺസ്മെന്റ് വീഡിയോ. ടെൻഷനാണ് നീ അതിൽ രക്ഷപ്പെട്ടു. ഞാനെന്താ അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല കേട്ടോ എടുക്കുന്ന സമയത്ത്. ആശ്വാസമുണ്ട്. തലവൻ സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളത് റിയാക്ഷൻ ചെയ്തിട്ടില്ല. എന്തായാലും കാണാം. രണ്ടുപേരും പക്ഷെ പിന്നിലേക്ക് ഇവരിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. സത്യം. പക്ഷെ രണ്ടുപേരെയും ഇവര് തമ്മിലുള്ള ഈഗോ ആയിരിക്കും സത്യം. അതായത് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു മത്സരവും അതിൽ തലവനാര് എന്ന് കാണിക്കുന്ന ആ ഒരു ഐറ്റം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര്. അതായത് രണ്ടുപേർക്കും 2 റേഞ്ചാണ്. കാരണം ഒരാൾ CI ആണ്, ഒരാൾ SI ആണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള മത്സരം തന്നെ ആയിരിക്കും. പക്ഷെ ഈ അയ്യപ്പനും കോശി ഉണ്ടല്ലോ, അതുപോലെ ആയിരിക്കണം എന്നില്ല. കാരണം പല സമയങ്ങളിൽ ഒരുമിച്ചാവാം. കാരണം എന്താ അറിയോ, മറ്റൊരു എന്തെങ്കിലും ഒരു ശക്തി ഇങ്ങോട്ട് തൊട്ടാൽ അത് ഒരുമിക്കും. അതാണ് കാക്കിയുടെ പവർ. എന്താണെങ്കിലും അടുത്ത കിഴി ചിയാൻ 62 രക്ഷപ്പെട്ടു. സിനിമയുടെ റിലീസാണ് മാറ്റി തുടങ്ങാൻ പോകുന്നത്. പക്ഷേ റിലീസ് അല്ലല്ലോ,
ഷൂട്ട് മാർച്ചിൽ തുടങ്ങാൻ പോകുന്നു. ഞാൻ പിന്നെ പെട്ടെന്ന് തങ്കലാനിലേക്ക് പോയി, മാറ്റി വെച്ചിട്ടുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അതാണ് പറ്റിയത്. അത് സാറില്ല. പറഞ്ഞോ, എന്നാണ്? ഏത് മാർച്ചില് ഷൂട്ട് തുടങ്ങും. അതായത് നമ്മുടെ ചിറ്റ സിനിമ സംവിധാനം ചെയ്ത ഡയറക്ടറിന്റെ സിനിമയാണ്. അതുകൊണ്ട് തന്നെ അത് വേറെ ലെവല്, എന്താ പറയാ, മുതല് കണ്ടിട്ട് എന്റെ അമ്മോ ഇങ്ങനെ സിനിമ. അപ്പൊ പ്രതീക്ഷകൾ പിന്നെയും കൂടി. സിദ്ധാർത്ഥ് ഒരു രക്ഷയിലോട്ടോ, ഗംഭീരം ആക്ടിങ്, അത്രക്കും മികച്ച സിനിമയായിരുന്നു. ഉള്ളൊന്നും നോവാതിരിക്കൂല ആർക്കും അല്ലേ. അടുത്തത് യാത്ര 2. അപ്പൊ നീ രക്ഷപ്പെട്ടു, ഇതിൽ രക്ഷപ്പെട്ടു, പറയാൻ പറ്റില്ലല്ലോ ഇനി അങ്ങോട്ട്. യാത്ര 2 സിനിമയില് യാത്ര 2 സിനിമയുടെ പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്, കാണാം. എന്താ ചിരിക്കുന്നത് ഇങ്ങനെ? അതല്ലേ ആ ഉള്ളിലുള്ള പേടി കൊണ്ടാണല്ലോ ഈ തെറ്റല് വരുന്നത് ഓർത്തിട്ടാണ്. എനിക്കും തെറ്റുന്നുണ്ടെന്ന് ഉള്ളിൽ ഈ സാധനമാണോ വരാൻ പോണത് അടുത്തത് ഓർത്തിരിക്കുകയാണ്. സത്യം പറഞ്ഞു പോകുമ്പോൾ തെറ്റിപ്പോണതാട്ടോ, കാരണം ഇന്നലെ അനുഭവിച്ച അങ്ങനെയാണേ. ഓക്കെ, അടുത്ത എന്തായാലും യാത്ര 2 ഫെബ്രുവരി 8 സിനിമ റിലീസ് എത്തും. ഇത് ശരിക്ക് ഈ ഒരു പോസ്റ്റർ കൂടി കാണുമ്പോൾ, അതായത് മമ്മൂക്കെ ശരിക്കും ഹൈലൈറ്റ് ചെയ്ത് തന്നെ കാണിക്കുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു കുറച്ചേ ഉള്ളെങ്കിലും അത് അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ആകെ 7 ദിവസമല്ലേ ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ. അത് എത്ര ഉണ്ടാവും? എന്താണെങ്കിൽ ഒരു 10-20 മിനിറ്റ് ഉണ്ടെങ്കിലോ. 7 ദിവസം കൊണ്ടോ? പിന്നെന്താ, 7 ദിവസം കൊണ്ട് 20 മിനിറ്റ് എടുത്തൂടെ? ഉണ്ടാവോ? ഇവിടെ 40 ദിവസം കൊണ്ട് സിനിമ തീർത്തിട്ടുള്ളൂ, പിന്നെന്താ ഒരാഴ്ച. പക്ഷെ മമ്മൂക്കയുടെ മാത്രം 7 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 മിനിറ്റ് ഉണ്ടാവോ? പ്രതീക്ഷിക്കാലോ. ഇല്ലെങ്കിൽ ഭയങ്കര, അത് കേരളത്തിൽ എന്തായാലും അത് അടിയാവും. കാരണം മമ്മൂക്കൊക്കെ ഇത്ര പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാലേ അത് കേരളത്തിൽ അടിയാവും തിയേറ്ററിൽ. അടുത്തത് തങ്കല, കുറച്ച് മുന്നേ പറഞ്ഞേ ഉള്ളൂ. സിനിമയുടെ റിലീസ് മാർച്ച് 29 നീട്ടി വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഞാൻ അബദ്ധത്തിൽ ഒരു സംഭവം പറഞ്ഞു പോയിരുന്നു, കഴിഞ്ഞ ഏതോ ഒരു എപ്പിസോഡില്. എന്നിട്ട് അവസാനം അത് എനിക്ക് തന്നെ കിട്ടി കിഴി. ഇപ്രാവശ്യം അത് തന്നെ. ഇപ്പൊ നേരത്തെ 62-ന്റെ ഇടയ്ക്ക് തങ്കലാന്റെ കാര്യം പറഞ്ഞു, ഇപ്പൊ പിന്നെയും തങ്കലാൻ തന്നെ കിട്ടി. എന്താന്ന് അറിഞ്ഞൂടാ, എന്തോ ഇഷ്ടമാണ് ചെയ്യാന്, അതേ ലുക്കുള്ളതുകൊണ്ടേ. പിന്നെ സ്വഭാവം, മാടപ്രാവിന്റെ സ്വഭാവം എന്തൊരു മുത്താണെന്നറിയോ ചിയാൻ വിക്രം. പക്ഷെ അത് കിട്ടിയില്ല അവന്. ഓക്കെ, അടുത്ത കിഴി ഇഷ്ടപ്പെട്ടു. സർദാർ 2. ആശ്വാസം. ഇതിപ്പോ മറ്റേ ഒരു റിവോൾവർ എടുത്തിട്ടേ ഒരൊറ്റ ഉണ്ട വെച്ചിട്ട് കറക്കി ഇട്ടിട്ട് ലോഡ് ചെയ്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വെടിച്ചിക്കൂലേ, അതിൽ ഏതിന് പൊട്ടെന്ന് അറിയില്ലല്ലോ. ക്ലൈമാക്സിലേക്ക് മാറ്റി വെച്ചേക്കുക. നോക്കാം, അടപടലം മൂഞ്ചാ പോലെ ക്ലൈമാക്സ് എടുക്കുന്ന കുഴികളായിരിക്കും. ഇതുവരെയൊക്കെ ഗംഭീരമായിട്ട് എടുത്തു വന്നിട്ടുണ്ട്. ഇനി വരുന്നത് എന്തായാലും സർദാർ 2ന്റെ ഷൂട്ട് തുടങ്ങാൻ പോകുന്നു. ഏപ്രിൽ ഇതിൻ്റെ ഷൂട്ട് തുടങ്ങുമെന്നുള്ളതാണ് കേൾക്കുന്നത്. ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്, അതായത് കാർത്തിയുടെ കരിയറിൽ ഏറ്റവും ബഡ്ജറ്റിൽ വരുന്ന സിനിമ. സർദാർ എനിക്ക് ഫസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടില്ല, അത് പക്ഷേ ഭയങ്കര ഹിറ്റായിരുന്നു. ഷാറൂഖ് ഖാനെയും SRKയും വിജയനെയും വെച്ചുള്ള സിനിമേന്റെ സ്ക്രിപ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഏകദേശം അപ്പൊ ആളെന്തായാലും അത് ഒരു എന്താ പറയാ സ്റ്റേജ് അവാർഡ് പ്രോഗ്രാമിലാണ്, ഗലാട്ട അവാർഡ്, ആ പ്രോഗ്രാമിന്റെ ഇടയ്ക്കാണ് പറഞ്ഞത്. ഗലാട്ട നക്ഷത്ര. യെസ്. അപ്പൊ എന്തായാലും അപ്പോ ദളപതി 9 അതായിരിക്കുമോ? 9 ആയിരിക്കും. അപ്പൊ അതിനുശേഷം ഉണ്ടോ എന്തായിരിക്കൂലേ കിങ്ഖാനും ദളപതി ഒരുമിക്കുന്ന സിനിമ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, സിനിമയുടെ വലിപ്പം. കാരണം അത്രയും ഹൈപ്പുള്ള സിനിമ വേറെ ഉണ്ടാവില്ല. കാരണം സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഫാൻസ് ഉള്ള നടനും മറ്റേ നോർത്തിലെ ഏറ്റവും ഫാൻസ് ഉള്ള നടനും അങ്ങനെയല്ല. അതായത് SRK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സിനിമയുടെ ഇതിൽ ഒരു ബ്രാൻഡായിട്ട് വേൾഡിൽ ലോകം അറിയുന്ന നടൻ. പിന്നെ അത്യാവശ്യം ഭയങ്കരമായിട്ടുള്ള റീച്ചുള്ള ഒരു, അതായത് ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു നടനാണ് ദളപതി വിജയ്. ആ രണ്ടും കൂടി ഒരുമിക്കുമ്പോഴേ പറയാൻ പറ്റില്ല കേട്ടോ അതെന്താവുന്നു. പിന്നെ എന്താണെന്നറിയോ, ഈ ഇപ്പോൾ സലാർ, KGF 2 ഭയങ്കര ഹൈപ്പ് അല്ലേ, സലാർ, പിന്നെ അതുപോലെ ലിയോ, ഇതിൻ്റെയൊക്കെ ഹൈപ്പിൻ്റെ ഡബിൾ ഇരട്ടിയായിരിക്കും. ഉറപ്പാണ്. പിന്നെ അറ്റ്ലി എന്ന് പറയുമ്പോഴേക്കുള്ളൊരു അതെ അവിടെ മാത്രമാണ് ഒരു സ്ക്രിപ്റ്റ് ചെയ്യുന്നെങ്കിലും കേട്ടോ. അതെ, വേറെ ആരെങ്കിലും ആണെങ്കിൽ ഗംഭീരമായിരിക്കും. അടുത്തത് ആശ്വാസം, ലാൽ സലാം, ഐശ്വര്യ രജനികാന്ത്,
ഐശ്വര്യയാണോ സൗന്ദര്യമാണോ? ഐശ്വര്യല്ലേ? ഐശ്വര്യ രജനീകാന്ത് അല്ലേ ആൾ സംവിധാനം ചെയ്യുന്ന സിനിമ. നമ്മുടെ രജനീകാന്ത് ഒരു സ്പെഷ്യൽ അപ്പിയറൻസിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സിനിമയുടെ രണ്ടാമത്തെ സിംഗിള് നാളെ വരും 24-ാം തീയതി. പിന്നെ ഇതിൻ്റെ ഓഡിയോ ലോഞ്ച് 24-ലായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഡിസംബർ 24. അത് ജനുവരി 24-ലായിരിക്കും. ജനുവരി 4-നായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. ഓക്കെ 26-നാണ് മറ്റേ അയലാൻ്റെ ഓഡിയോ ലോഞ്ച് വരാൻ. അതെ അതെ, ഡിസംബർ 26. ഓക്കെടാ. അടുത്തത് ഡങ്കി സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ. ഓക്കെ, വേൾഡ് വൈഡ് 58 CR കേട്ടോ. കേരളത്തിൽ മാത്രം 58 ലക്ഷം. അതെ, രണ്ടും സെയിമാ. രസമായില്ലത്? 58 കോടിയും ലക്ഷണവും. ലക്ഷണോ? ലക്ഷവും നല്ല ലക്ഷണോ? ഇത് നല്ല ലക്ഷണം. ഓക്കെ, അടുത്ത കിഴി. നല്ല ലക്ഷണം. വാവ്, സമയത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. നല്ല ലക്ഷണമായിരുന്നു ആ തെറ്റിയത്. കറക്റ്റ് ലക്ഷണം. ഞാൻ ചത്തില്ലേ, ഇനി ഞാൻ എന്താ പറയുന്നു? സലാർ എനിക്കെന്നെ കിട്ടും വേണത്. കാരണം കൂട്ടത്തില് എനിക്കാണ് ഏറ്റവും ദേഷ്യം വന്നതില്ലേ. ഇവന് കുറച്ചെങ്കിലും അത് നമ്മൾ ബാക്കിയെല്ലാം മാറ്റി വെച്ചിട്ടിരുന്ന് കണ്ടു. നമ്മൾ എന്തുമാത്രം ദേഷ്യം കാണിക്കാൻ പറ്റും അതൊക്കെ ഇന്നലെ കാണിച്ചിട്ടുണ്ട്. റിവ്യൂ ചെയ്യുന്നതിന് മുൻപ് ഞങ്ങൾ ഇങ്ങനെ പോന്നോണ്ടിരിക്കുന്ന സമയത്ത് എന്റെ സ്ഥാനി സ്വഭാവം ഞാൻ എടുക്കൂട്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മല്ലേ? അത് റിവ്യൂല് ശരിക്കും അത് വന്നിട്ടില്ല. അതിന്റെ ഒരു കാൽഭാഗം വന്നിട്ടുള്ളൂ. ചിലര് പറയുന്നു ചിലര് പറയുന്നു നിങ്ങൾ മോഹൻലാൽ ഫാൻസ് ആയതുകൊണ്ട് നേര് സിനിമയുടെ വിജയത്തിന് വേണ്ടി സലാർ എന്ന ഒരു വലിയ സംഭവത്തെ വീഴ്ത്താൻ ശ്രമിക്കുകയാണ് എന്നൊക്കെയാണ്. നമ്മളെന്ത് വീഴ്ത്തി? അതുകൊണ്ട് എന്താ കാര്യം? അതിന്റെ തലേദിവസം കൂടി ഇരുന്ന് നമ്മൾ പറഞ്ഞിട്ട് തർക്കിച്ചിട്ടുള്ളൂ കാര്യം പറഞ്ഞിട്ട്, എന്നിട്ടാണ് പറയുന്നത് ആലോചിച്ച് നോക്കണം. അപ്പൊ ആ വീട് കണ്ടിട്ട് എന്തായിരിക്കും അവര് പറയാ? അതൊരു പ്രശ്നമാണ്. അല്ല, അത് ആണെങ്കിൽ അവരുടെ അത് കറക്റ്റ് ആയി എന്നുള്ളതാ. കാരണം ഇപ്പൊ ഞാനാണല്ലോ സലാറിൽ ഭയങ്കരമായിട്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഇന്നലെ സലാറിനെ എന്തുമാത്രം മുന്തിച്ച് പറയണം. അതെ, ഞാൻ അതിന് വേണ്ടിട്ടാണെങ്കിൽ ഞാൻ അതിന് ഏറ്റവും ഭയങ്കര സപ്പോർട്ട് വേണ്ടേ. അതായത് ഞങ്ങള് ഒരു കിഴി എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സലാറ് തൂക്കി എറിയുന്നത്, നേരിട്ട് എറിയുന്നത് മാത്രല്ല നേരിന് പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാല് സലാറ് എഴയും എന്ന് പറഞ്ഞു. ഇത് എഴയാൻ പോയിട്ട് ചത്തു, എണീറ്റ് നിക്കാൻ പോലും എഴയൂല്ല. കേരളത്തിൽ എന്തായാലും എഴയില്ല. നമ്മളെന്ത് ചെയ്തിട്ട് അതില് അത് അങ്ങനത്തെ സിനിമ അങ്ങനെ. അതായത് ഇപ്പൊ KGF വമ്പ ഹിറ്റാണ്. KGF-ന്റെ എന്താ വേറൊരു നടനെ വെച്ച് ചെയ്തിട്ട് എന്താ വരും? സത്യം അത്രേ ഉള്ളൂ. എന്തായാലും സലാറിന്റെ കളക്ഷൻ ഫസ്റ്റ് ഡേ കളക്ഷൻ ഞാൻ പറയില്ല, അവിടെ കാണിക്കാം. എന്നെ കൊണ്ട് പറ്റൂല. കളക്ഷൻ ഉണ്ടായിട്ട് കാര്യമില്ല കേട്ടോ. ഫസ്റ്റ് ഡേ കളക്ഷൻ ഒക്കെ അത്ര ഉണ്ടാവണം. അതാണല്ലോ അത്രയും വലിയൊരു സിനിമ ഇത്രയും മുടക്കി എടുക്കുമ്പോൾ ഫസ്റ്റ് ഡേ ഇത്രയും കളക്ഷൻ കിട്ടണം. അതായത് ഇതിന്റെ ഉള്ളിൽ നിന്നുള്ള എൻ്റെ വ്യക്തിയിൽ നിന്ന് വരുന്നൊരു സാധനമാണ്. അതായത് ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എവിടെ അവസാനിച്ചു എന്ന് തോന്നുന്നത് അതിനൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലാണ് സലാറിൽ പ്രശാന്ത് നീൽ എത്തി നിൽക്കുന്നത്. നമ്മൾ ഇന്നലെ അത് കഴിഞ്ഞു കയ്യില്. അതെ, പക്ഷെ അതല്ല, ഇപ്പോൾ നമ്മുടെ സിദ്ദീഖില്ല മരിച്ചുപോയ നമ്മുടെ ഡയറക്ടർ ബോഡി ഗാർഡ് കണ്ടപ്പോഴാണ് ആള് ഇനി ഒരു നല്ല എഴുത്തുകാരനായിട്ട് ഇനി അറിയപ്പെടാൻ പോകുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചത്. അതിന് കാരണം 2 സിനിമയുടെ മിക്സ് ആയിരുന്നു അത്. മറ്റു സിനിമകളിൽ നിന്ന് എടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ അവിടെ ആ ഡയറക്ടർ തീർന്നു. പിന്നെ ആളുടെ മൊത്തം മരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡപ്പ് എടുക്കുന്ന സംഭവം, ചില കുറച്ച് ഡയലോഗ്സ്, പിന്നെ മേക്കിംഗ് രീതിയിലുള്ള സംഭവം, അതുപോലെ KGF-ന്റെ അതേപോലെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. KGF-ൽ അതേ സീന് മറ്റു താരത്തിനെയും അതായത് ചെറിയ സംഭവങ്ങൾ മാറ്റിയിട്ടും ഒരുപോലെ അവതരിപ്പിക്കുന്നു. അവിടെ തീർന്നു എഴുത്തുകാരൻ. ഇനി ആളിൽ നിന്ന് കൂടുതൽ അതായത് ഫ്രഷ് ആയിട്ടുള്ള മറ്റു സംഭവങ്ങൾ പ്രതീക്ഷിക്കരുത്, കിട്ടൂല. ഇനി ആള് മൊത്തത്തിൽ മാറണം. അതെ, മേക്കിംഗ് ഓക്കെ, അത് ഓക്കെയാണ്. സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് പറഞ്ഞ രീതിയിൽ ഇപ്പൊ ഈ ചെയ്തു വെച്ച സിനിമകളിൽ നിന്ന് തന്നെ ചെയ്യുന്നത് മാറ്റേണ്ട സമയം കഴിഞ്ഞു, ഇനി നടക്കൂല. അതിനുള്ള തെളിവാണ് സലാർ. അതാണെന്ന് പറഞ്ഞത് ഫസ്റ്റ് ഡേ കളക്ഷൻ ഒരു കാര്യമല്ലാന്ന്. പ്രശാന്തിനോടുള്ള ബഹുമാനം, ഇഷ്ടം. ഇന്നലെ പല ആൾക്കാരും വന്ന് കമന്റ് ഇടുന്ന ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അത്
നെഗറ്റീവ് പറഞ്ഞില്ലേ, സിനിമ 1000 കോടി നേടണം. നമ്മളും അത് തന്നെ പറയുന്നത്. അതെന്താണെന്നറിയോ, സിനിമ ഗംഭീരമായിട്ടല്ല, അവർക്ക് മുടക്കെന്ന് പറഞ്ഞാൽ അതിന് മാത്രം മുടക്കിയിട്ടുണ്ട് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ 1000 കോടിയെങ്കിലും കിട്ടിയാൽ അതിന് എന്തെങ്കിലും കാര്യം ഉണ്ടാവും. അത് അവര് നേടിയെടുത്തട്ടെ. അത് അല്ലാണ്ട് നമ്മൾ സിനിമ മോശം സിനിമയാണ് ഭയങ്കര നല്ലതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട അവസ്ഥയില്ല. KGF ഫസ്റ്റ് പാർട്ടി 1000 കോടി നേടിയിട്ടല്ലോ. അതെ, എത്ര ആൾക്കാർ KGF 2-നും ഇപ്പൊ സലാറിനും വെയിറ്റ് ചെയ്തത്. അത് നല്ല സിനിമ ആയതുകൊണ്ടാണ് അതിനുശേഷമുള്ള സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തത്. അതെ, താരവും അതുപോലെ ആ ഡയറക്ടറും താരങ്ങളാവുന്നത് എപ്പോഴാ, ആ സിനിമയുടെ അതായത് അത് അംഗീകരിച്ചപ്പോഴാണ്, ഫ്രഷ് ആയിട്ട് വേറെ രീതിയിൽ അവതരിപ്പിച്ചപ്പോഴാണ്. ആ ഫ്രഷ്നെസ് അതിനുശേഷം വരുന്ന സിനിമകൾക്കും വേണം, അതില്ലെങ്കിൽ പോയി. അടുത്തത് നേര് സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ 5.45 CR ഫസ്റ്റ് ഡേ കേട്ടോ. സൂപ്പർ. കേരളത്തിൽ മാത്രം 2.75 CR. സൂപ്പർ. അയ്യോ, അല്ല ഇവിടെ ഇരുന്നിട്ട് ഇപ്പോ അടുത്തത് നേരിന് നല്ലത് പറയാൻ പറ്റും. സപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ ശരിയാവില്ല. നിങ്ങൾ നേരിന്, നിങ്ങൾ കട്ട മോഹൻലാൽ ഫാൻസ് അല്ലേ, നേരിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യല്ലേ. വേറെ കാര്യം കേട്ടോ, ഓരോ സമയത്തും നമുക്ക് ഓരോന്നും വിളിപ്പേരുണ്ട്. ഇപ്പൊ കണ്ണൂർ സ്കോഡിന്റെ സമയത്ത് മമ്മൂക്ക ഫാൻസ് ആയിരുന്നു, രക്ഷയില്ലായിരുന്നു. പിന്നെ ദുൽഖറിന്റെ മറ്റേ കിങ് ഓഫ് കൊത്തയുടെ സമയത്ത് RDX നല്ലതെന്ന് പറഞ്ഞപ്പം RDXനെ പൊക്കുന്ന ടീമുകളായിട്ട്. അപ്പൊ നിങ്ങൾ RDXനെ പൊക്കാൻ വേണ്ടി നിങ്ങൾ കിങ് ഓഫ് കൊത്തയെ. പിന്നെ മറ്റേ ബാന്ദ്രന് പിന്നെ നമ്മള് പോസിറ്റീവിലൂടെ മാത്രമാണല്ലോ നമ്മൾ പോയിട്ടുള്ളത്. അതെ, പോസിറ്റീവ് മാത്രം പറഞ്ഞു, പക്ഷെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാലോ എന്താണെന്നുള്ളത്. ഓക്കെ, അടുത്തത് ഒരാശ്വാസത്തിന് എന്തെങ്കിലും എടുക്കണേ. എന്താ ശ്വാസം, എന്റെ എല്ലാം കഴിഞ്ഞൂടെ, വെടിയുമ്പോഴേക്ക് തീർന്നൂല്ലേ. ഇതിപ്പോ പ്രശാന്തിന്റെ അവസ്ഥയല്ലോ, തോട്ടക്കാൻ ഭയങ്കര ഗംഭീരമായിരുന്നു, ഒടുക്കത്തിലേക്ക് എത്തിയോ കഴിഞ്ഞു, ഒടുക്കത്തിൽ ഒടുങ്ങി. അടുത്തത് ബാരോസ് സിനിമയുടെ ഒരു ന്യൂ പോസ്റ്റർ. അതായത് അതായത് ഇത് സൂചന, ഈ കീഴിൽ ചത്തു പക്ഷെ അടുത്ത കീഴിൽ മത്സരിക്കാൻ ഞാൻ ബാക്കി ഉണ്ടാകും എന്നുള്ളതിന്റെ സൂചന. എന്തായാലും ദേ നമ്മുടെ ബാരോസിന്റെ പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. അത് ഔട്ട് ചെയ്തിട്ടില്ല, അത് തിയേറ്ററിൽ കാണിച്ചതാണ്. സിനിമ നല്ല നേരിന്റെ ഇടയിൽ അത് ഭയങ്കര ഒരു, അതായത് അത്രയും പിക്ചർ വലിയ ഒരു സ്ക്രീനിൽ കാണുമ്പോഴേ അല്ലേ, വലിയ സ്ക്രീനിൽ കാണുമ്പോൾ അതിങ്ങനെ 3Dയിലും കൂടെ കാണുമ്പോൾ ഒരു എന്തായിരിക്കും മേക്ക് ഓവറാണല്ലോ ഭീകരം. എന്തായാലും പോസ്റ്റർ ഹിഡൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നല്ല, തലയിലുള്ള ടാറ്റൂവിന്റെ ഒക്കെ ഒരു രസം ആ വലിയ സ്ക്രീനിൽ കണ്ടപ്പോഴേ ഭയങ്കര സെറ്റപ്പ്. അത് ഇവിടെ ഈ എഫക്ട് കിട്ടൂല, സത്യം വലുതായിട്ട് കാണുമ്പോഴേ സൂപ്പറായിരുന്നു അത്. അപ്പൊ എന്തായാലും കിഴി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. ഞങ്ങൾ പോവാണ്, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഞങ്ങളെങ്ങനെ പോവും, നീ എന്നെ കൊണ്ടോണം, നിന്നെ എടുത്ത് തോളിലിട്ട് തൂക്കി എടുക്കടാ എന്നെ. ഓക്കെ, തീർന്നതല്ലേ, എപ്പോ എടുത്ത് വെച്ചാൽ പോലെ.